ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9th CRT ക്ലാസ് 9th ചാപ്റ്റർ 2 ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 25 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഇതാണ് നമ്മുടെ ചോദ്യം. We have seen in class 8 that any odd number can be written as the difference of two perfect squares. 8ാം ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അഥവാ ഏതൊരു ഓഡ് നമ്പറിനെയും എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സംഖ്യകളുടെ രണ്ട് നമ്പേഴ്സിന്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. യൂസ് ദിസ് ടു ഡ്രോ സ്ക്വയർ ഓഫ് ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റർ. ഇത് ഉപയോഗിച്ചിട്ട് ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റർ വരുന്നതും 11 സ്ക്വയർ സെന്റിമീറ്റർ വരുന്നതുമായിട്ടുള്ള രണ്ട് സ്ക്വയറുകൾ വരക്കാനാണ്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദി സ്ക്വയേഴ്സ്? ഈ സ്ക്വയറുകളുടെ സൈഡുകളുടെ ലെങ്ത് എന്താണെന്നാണ് ചോദ്യം. അതായത് ഏത് ഒറ്റ സംഖ്യയെയും രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് 8ാം ക്ലാസ്സിൽ കണ്ടല്ലോ. ഇതുപയോഗിച്ച് 7 ചതുരശ്ര സെന്റിമീറ്റർ, 11 ചതുരശ്ര സെന്റിമീറ്റർ എന്നീ പരപ്പളവുള്ള സമചതുരങ്ങൾ വരക്കുക. അവയുടെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 8ാം ക്ലാസ്സിൽ കണ്ടില്ലെന്നൊന്നും ചോദിച്ചാണ്ടൊന്നും നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല. എക്സാമിന് ഇത്രേ ഉണ്ടാവുള്ളൂ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 7 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 11 സ്ക്വയർ സെന്റിമീറ്റർ. 7 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കുക, അല്ലെങ്കിലോ 11 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കുക എന്നൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നത് ഏരിയ തന്നിട്ടുണ്ട്, എ ആണ്. ഓക്കെ, സ്ക്വയറിൻ്റെ ഏരിയ 7 ആണ്. അപ്പോൾ നമ്മൾ ഈ എയിനെ രണ്ട് എന്താ പറയുക സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമായി കണക്കാക്കാൻ പോകാം കേട്ടോ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ കാണാം. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4ന്ന് 1 കുറച്ചാൽ 7 കിട്ടുമോ? ഇല്ല. അപ്പോൾ അടുത്ത 3 എടുത്തു. 3ൻ്റെ സ്ക്വയർ 9 ആണ്. 9ന്ന് 4 പോയാൽ 7 കിട്ടുമോ? ഇല്ല. അടുത്ത 4ൻ്റെ സ്ക്വയർ 16 ആണ്. 16ന്ന് 9 പോയാൽ എത്രയാണ്? 16ന്ന് 9 പോയാൽ നമുക്ക് എത്ര കിട്ടുക? 7 കിട്ടും അല്ലേ? അപ്പോൾ ഈ 16ന്ന് 9 പോയാൽ നമുക്ക് 7 കിട്ടും എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. അത് ഞാനിവിടെ എടുത്തു. ഓക്കെ, 16ന്ന് 9 പോയാൽ 7 ആണ്. 16 എന്തിൻ്റെ സ്ക്വയറാ? 4ൻ്റെ സ്ക്വയറാണ്. അപ്പം 4ൻ്റെ സ്ക്വയർ -3ൻ്റെ സ്ക്വയർ അല്ലേ? 16 - 9 ആണ് 4ൻ്റെ സ്ക്വയർ, -3ൻ്റെ സ്ക്വയർ ഈക്വൽ ടു √7 സ്ക്വയർ എന്ന് കിട്ടും. 7 എന്ന് പറയുന്നത് √7ൻ്റെ സ്ക്വയർ ആണ്. 16 പറഞ്ഞാൽ 4 × 4, 9 എന്ന് പറഞ്ഞാൽ 3 × 3. 7നെ നമുക്കൊരു സംഖ്യൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാനൊന്നും പറ്റില്ല. പക്ഷേ 7നെ √7 × √7 എന്ന് എഴുതാൻ പറ്റും. ഏതൊരു നമ്പറിനെ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. h² = a² + b². ഈ b² അപ്പുറത്ത് കൊടുക്കുന്നുണ്ട് h² - a² b² എന്നൊക്കെ ആക്കാം നമുക്ക് കേട്ടോ. പക്ഷെ നമുക്ക് ഈ -3² അപ്പുറത്ത് കൊണ്ടുപോയാൽ നമ്മളെ പ്രശ്നം തീർന്നില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഈ b² a² ഏതെങ്കിലും ഒരെണ്ണത്തിന് കേട്ടോ. ഒരു മിനിറ്റ്. ഒന്നെങ്കിൽ ഈ -3² അപ്പുറത്ത് കൊടുത്തിട്ട് ഈ ഫോർമാറ്റിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരാളെ ഇപ്പുറത്ത് കൊണ്ടുവരാം. a² ഇപ്പോഴും വരുമ്പോൾ എന്തായി? h² - a² = b². h ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടി കേട്ടോ. എന്നവിടെ നോക്കിക്കോ. അപ്പോൾ h² = 4². അപ്പോൾ h = 4 എന്ന് കിട്ടും. അതായത് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാണ്. നോക്കിക്കോ, h² സ്ഥാനത്ത് 4². അപ്പോൾ h എന്താ? 4. a² സ്ഥാനത്ത് 3² ആണ്. അപ്പോൾ a എന്താ? 3. b² സ്ഥാനത്ത് √7 ആണ്. അപ്പോൾ b എന്താ? √7. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു ചിത്രം ആദ്യം വരച്ച് കാണിച്ചു തരാം. ഏകദേശം അതേപോലത്തെ ഒരു ത്രികോണം വരും. ഇങ്ങനെ. ഓക്കെ, ഇവിടെ ഒരു സൈഡിനെ നമുക്ക് എനെ നമുക്ക് എത്രയാ? a3. ഇവിടെ 3 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ 3, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും 3 എന്ന് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം 3. നമുക്ക് ബേസ് 3 ആക്കിയിട്ട് എടുക്കാം. ഇവിടെ √7 കൊടുക്കുക. കാരണം ഇവിടെയാണ് 90 ഡിഗ്രി വരിക. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് h വരുന്നത്. h 4. ഇങ്ങനെ ഒരു ത്രികോണം വരക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഇങ്ങനെ ഒരു ത്രികോണം വരച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മളുടെ ഒരു സൈഡ്. ഈ സൈഡ് ഒരു വശമായിട്ട് നമ്മളൊരു സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ ആ സ്ക്വയറിൻ്റെ ഏരിയ 7 ആയിരിക്കും. കാരണം ഒരു സൈഡ് √7 ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a × a ആണ്. അപ്പോൾ √7 × √7 എന്നിട്ടും 7 കിട്ടും. അപ്പോൾ നമ്മളിത് വരക്കാൻ പോകണം കേട്ടോ. ആദ്യം 3 സെന്റിമീറ്റർ വരച്ചു. സ്കെയിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ 3 സെന്റിമീറ്റർ വരച്ചു. ഇതാണ് നമ്മുടെ മെഷർമെൻറ്റുകൾ കേട്ടോ. ഞാനത് വരച്ചെന്ന പോലത്തെ ചിത്രമാണ് നമ്മൾ വരക്കുന്നത്.
ഈ √7 നമുക്ക് സ്കെയിലിൽ എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടുന്ന് കറക്റ്റ് 90 ഡിഗ്രിയിൽ നമ്മളിവിടെ ഒരു ലൈൻ വരക്കുക. ഓക്കെ, കറക്റ്റ് 90 ഡിഗ്രിയിൽ വരക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈപ്പോട്ടനസ് ഉണ്ടല്ലോ 4 സെൻറ്റിമീറ്റർ, അത് കോമ്പസിൽ എടുക്കുക. നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന മെഷർമെൻറ്റുകൾ നമ്മൾ വരച്ചാൽ മതി. മൂന്നാമത്തെ സൈഡ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. 4 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിലെടുത്തു. ഇത് നമ്മൾ ഈ 3ൻ്റെ അവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാന്ന് അറിയോ? നമ്മൾ നേരത്തെ മുകളിലേക്ക് വരച്ചാൽ അതിനെ കട്ട് ചെയ്യുക. ഇനി ആ കട്ട് ചെയ്ത പോയിന്റ് ഇങ്ങോട്ട് വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ വരക്കുന്ന ലൈൻ അത് നമുക്ക് 4 എന്നും കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്ര വരും? √7 എന്ന് വരും. കണ്ടോ? ഇപ്പോൾ ഈ √7 ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഇനി ആ √7 നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി, അത് കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ നീട്ടി വരക്കുക ആദ്യം. എന്നിട്ട് ആ ലൈനിനെ കട്ട് ചെയ്താൽ മതി. ഞാൻ ഈ ബേസിന് അതേപോലെയാണ് നീട്ടുകയാണ് കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് തന്നെ നീട്ടുകയാണ്. കറക്റ്റ് 90 ഡിഗ്രി. നിങ്ങൾ പൊട്രാക്ടർ വെച്ചിട്ട് വരച്ചാൽ മതി. ഞാൻ പൊട്രാക്ടർ വെക്കുമ്പോൾ ടൂൾസിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വരക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ വെച്ച് വരക്കുന്നത് കേട്ടോ. സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ വരും. ഓക്കെ, അപ്പോൾ അതുമായി. ഇനി ഈ √7 നമ്മൾ കോമ്പസിൽ എടുക്കുക. കണ്ടോ? കറക്റ്റ് 90 ഡിഗ്രിയിൽ വരും കേട്ടോ. രണ്ട് രീതിയിലും നിങ്ങൾക്ക് പൊട്രാക്ടർ വെച്ച് നോക്കാം കേട്ടോ. ഇനി ഈ √7 നമ്മൾ കോമ്പസിൽ എടുക്കുകയാണ്. എന്നിട്ട് ആ 2 ലൈനിനെ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ കട്ട് ചെയ്ത പോയിന്റുകൾ യോജിപ്പിച്ചാൽ മതി. ആദ്യം ഇവിടെ കട്ട് ചെയ്യാം നമുക്ക്. യെസ്. ഇനി മുകളിലും അവിടെയും കട്ട് ചെയ്യാം. അങ്ങനെ. ഇനി ആ കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. യെസ്. ഇതാണ് നമ്മളുടെ സ്ക്വയർ. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? 7 ആയിരിക്കും. കാരണം ഒരു സൈഡ് എന്ന് പറയുന്നത് 7 ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A² ആണ്. അഥവാ √7ൻ്റെ സ്ക്വയർ. സ്ക്വയറിൻ്റെ ഒരു സൈഡ് √7 ആണ്. അപ്പോൾ √7ൻ്റെ സ്ക്വയർ, √7ൻ്റെ സ്ക്വയർ എത്രയാണ്? 7. കണ്ടോ? അപ്പോൾ ഏരിയ 7 ആയിട്ടുള്ള വരക്കാൻ പറഞ്ഞു. അടുത്ത ഇനി ഏരിയ 11 ആയിട്ടുള്ള വരക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതും ഏകദേശം ഇതേപോലെ തന്നെ വരക്കുക. ഓക്കെ, ഏരിയ 11 ആണ്. നേരത്തെ പോലെ 1ൻ്റെ സ്ക്വയർ 16ൻ്റെ സ്ക്വയർ വരെ കണ്ടപ്പോൾ നമുക്ക് 7 ആണ് കിട്ടിയത്. ഇനി അടുത്ത് നമ്മൾ 5ൻ്റെ സ്ക്വയർ എടുത്തു. 25. 25 16 പോയാൽ എത്ര കിട്ടുക? 9 ആണ് കിട്ടുക. അപ്പോൾ അത് പറ്റില്ല. 6ൻ്റെ സ്ക്വയർ 36 ആണ്. 36 25 പോയാൽ നമുക്ക് 11 അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ എടുത്തു 36 - 25 = 11. 36 6ൻ്റെ സ്ക്വയർ ആണ്. 25 5ൻ്റെ സ്ക്വയർ ആണ്. 11 √11ൻ്റെ സ്ക്വയർ ആണ്. h² = a² + b² ആണ്. a² അപ്പുറം കൊണ്ടുവരുമ്പോൾ h² - a² = b² എന്നാവും. അപ്പോൾ h²ൻ്റെ സ്ഥാനത്ത് r² ആണ്. അപ്പോൾ h എത്രയാ? 6. a²ൻ്റെ സ്ഥാനത്ത് 5² ആണ്. അപ്പോൾ a എത്രയാ? 5. b²ൻ്റെ സ്ഥാനത്ത് √11² ആണ്. അപ്പോൾ b എത്രയാ? √11. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഏകദേശം എങ്ങനെ വരിക? ആദ്യം ഒരു 5 സെൻറ്റിമീറ്റർ വരക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരക്കുക. കോമ്പസിൽ 6 എടുത്തിട്ട് കട്ട് ചെയ്യുക, നീട്ടി വരക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടുക. ഈ ലെങ്ത് കോമ്പസിൽ എടുക്കുക, കട്ട് ചെയ്യുക, വരക്കുക. ഓക്കെ, ഈ ചിത്രമാണ് നമ്മൾ ഇനി വരക്കാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോ. ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈനും നേരെ മുകളിലോട്ട് വരക്കാം. 90 ഡിഗ്രിയിൽ കേട്ടോ. കറക്റ്റ് 90 ഡിഗ്രിയിൽ വരക്കുക. ആ ലെങ്ത് വരുന്നത് √11 ആണ്. √11 നമുക്ക് സ്കെയിലിൽ എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീട്ടി വരയ്ക്കുക. ഇനി ഹൈപ്പോട്ടനസ് ആയിട്ടുള്ള 6 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കാൻ പോവാണ്. ഓക്കെ, ഈ 6 സെൻറ്റിമീറ്ററിന് നമ്മൾ മുകളിലേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ,
നമ്മുടെ ട്രയാങ്കിൾ ആയിട്ടോ. അഞ്ച് 6 √11 ഇതാണ് നമ്മുടെ സൈഡുകൾ വരുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ രണ്ടറ്റങ്ങൾ √11 ഭാഗത്തേക്കുള്ള രണ്ടറ്റങ്ങൾ നമുക്ക് നീട്ടി വരക്കാം. രണ്ട് മൂലയിൽ നിന്ന് കേട്ടോ. ഇതേപോലെ മുകളിലും നീട്ടി വരക്കുക കേട്ടോ. നേരത്തെ ചെയ്ത പോലെ, നേരത്തെ നമ്മൾ ത്രികോണം വരച്ച പോലെ, നേരത്തെ സ്ക്വയർ വരച്ച പോലെ, ത്രികോണം അല്ല സ്ക്വയർ വരച്ച പോലെ. ഇനി √11 കോമ്പസിൽ എടുത്തിട്ട് ഈ രണ്ട് ലെങ്ത്തുകൾ നമ്മളൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, കറക്റ്റ് പൊട്ടാട്ടിൽ 90 ഡിഗ്രി, രണ്ട് രീതിയിലും നിങ്ങൾക്ക് വെക്കാൻ കണ്ടോ. കറക്റ്റ് 90 ഡിഗ്രിയാണ് വരുന്നത്. 90 ഡിഗ്രി തന്നെ വെക്കണം, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം നമുക്ക് സ്ക്വയർ ആണ് വേണ്ടത്. സ്ക്വയറിൻ്റെ ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഈ √11 നമ്മൾ കോമ്പസിൽ എടുക്കാൻ പോവാണ്. കട്ട് ചെയ്യുക, രണ്ട് ഭാഗത്തും കട്ട് ചെയ്യുക. രണ്ട് ലൈനിനെ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇനി നേരെ മുകളിലും കട്ട് ചെയ്യുക. ഇനി കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക, ജോയിൻ ഇട്ടോ. നമ്മളുടെ സ്ക്വയർ ആയി. ഓക്കെ, അപ്പോൾ √11 അഥവാ 11 സെൻറ്റിമീറ്റർ ഏരിയ വരുന്ന സ്ക്വയറായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത് A² ആണ്. അപ്പോൾ √11 സ്ക്വയർ വരും. √11 സ്ക്വയർ എത്രയാണ്? 11 ആണ്. അപ്പോൾ ഏരിയ 11 വരുന്ന നമ്മളുടെ സ്ക്വയറും നമ്മൾ വരച്ചു. ഓക്കെ.